ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെഡ് സ്കാർഫാണ് ക്രോഷറ്റിൻ്റെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. സോ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാൺ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ആക്രിലിക്കാണ്. സോ ആക്രിലിക്കാണ് 4mm ഹുക്കാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, ദെൻ ചെയിൻ 6 ചെയ്യുക. ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. അത് ലാസ്റ്റ്, അതായത് ഫസ്റ്റ് ചെയിനിൽ yarn over, pull through the 2 loops. Again നമ്മൾ ടു മോർ ഡബിൾ ക്രോഷ്യ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ചെയ്യാണ്. ദെൻ റോ 2-ൽ നമ്മൾ 2 ചെയിൻ, ദെൻ എഗെയിൻ നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ആ സെയിം സ്പേസിൽ തന്നെ, നമ്മൾ നേരത്തെ ചെയ്ത സ്പേസിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ചെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് ചെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും പുള്ള് ചെയ്തെടുക്കാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യം കൂടെ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യാം, സെയിം ചെയിനിൽ തന്നെ. സോറി, നേരത്തെ നമ്മൾ ചെയ്ത റോ 1 ആണ്. നെക്സ്റ്റ് റോ 2. റോ 2-ൽ ചെയിൻ 4 ചെയ്തിട്ട് നമ്മൾ അത് ടേൺ ചെയ്യാം. നമ്മുടെ പ്രൊജക്റ്റ് ടേൺ ചെയ്തിട്ട് ആ ഫസ്റ്റ് കാണുന്ന ഒരു സ്പേസ് അല്ലേ, ആ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയിൻ 1 സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ ചെയിൻ 1, പിന്നെ മിഡിലിൽ ആ സ്പേസില്ലേ, ആ സ്പേസിൽ സെക്കൻഡ് സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അത് കോർണർ സ്പേസ് ആണ്. സോ കോർണർ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ചെയിൻ, ദെൻ എഗെയിൻ 3 ഡബിൾ ക്രോഷ്യ ആ സെയിം സ്പേസിൽ തന്നെ ചെയ്യാം. അത് കോർണർ സ്പേസ് ആയതുകൊണ്ടാണ് നമ്മൾ 2 ടൈംസ് 3 ഡബിൾ ക്രോഷ്യ റിപ്പീറ്റ് ചെയ്യുന്നത്. ദെൻ ചെയിൻ 1, നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാണ് എൻഡ് സ്പേസിൽ. ദെൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ചെയിൻ 1, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ആ സെയിം ലാസ്റ്റ് സ്പേസിൽ തന്നെ നമ്മൾ ചെയ്യും. സോ ഇതാണ് സെക്കൻഡ് റോ. ഈ ഒരു സെയിം ഇതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് റൗണ്ട്സ്. റോ 3-ൽ നമ്മൾ ഫസ്റ്റ് സ്പേസിൽ ചെയിൻ 5, ദെൻ
വർക്ക് നമ്മൾ ടേൺ ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷേ ആ ഫസ്റ്റ് സ്പേസിൽ നമ്മൾ ചെയ്യും. നെക്സ്റ്റ് വരുന്ന സ്പേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പേസിനും കോർണർ സ്പേസിനും ഇടയിലുള്ളൊരു സ്പേസാണ്. കണ്ടില്ലേ, കോർണറിന് തൊട്ട് കൊണ്ടുള്ള സ്പേസ്. ആ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. അതിന് മുന്നേ ചെയിൻ 1 ചെയ്യണം, എന്നിട്ട് വേണം 3 ഡബിൾ ക്രോഷേ ചെയ്യാൻ. എന്നിട്ട് ചെയിൻ 1 കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് കോർണർ സ്പേസാണ്. കോർണർ സ്പേസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷേ. എപ്പോഴും ശ്രദ്ധിക്കുക, കോർണർ സ്പേസിൽ നമ്മൾ എപ്പോഴും 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷേ അത് റിപ്പീറ്റ് ചെയ്യുക. ബാക്കി വരുന്ന സ്പേസിലെല്ലാം ചെയിൻ 1 ദെൻ 3 ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് കോർണറിനും ലാസ്റ്റ് സ്പേസിനും ഇടയിലുള്ള സ്പേസിൽ ചെയിൻ 1, 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1. ദെൻ ലാസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1, 1 ഡബിൾ ക്രോഷേ. സോ ലാസ്റ്റ് സ്പേസിൽ എപ്പോഴും റിപ്പീറ്റഡായിട്ട് 3 ഡബിൾ ക്രോഷേ കഴിഞ്ഞ് ഒരു ചെയിൻ കഴിഞ്ഞ് 1 ഡബിൾ ക്രോഷേ ചെയ്യണം. അപ്പം ദെൻ 4 ചെയിൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുക. റോ 3 ഫോളോ ചെയ്താൽ മതി, റിപ്പീറ്റ് ചെയ്ത് അൻറ്റിൽ 18 റോസ് വരെ നമ്മളിത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യണം. എന്നാലും നമ്മുടെ സൈസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, റോ 3 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. സോ ഇതാണ് ഫൈനൽ. ഞാനിപ്പോൾ ഇത്രയും 18 റോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എബൌട്ട് ഒരു മെഷർമെൻറ്റ് ഏകദേശം ഒരു 37 സെൻറ്റിമീറ്റർ വരും. അതാണ് നമ്മൾ കറക്റ്റ് നമ്മുടെ ഹെഡിന് ആ ഒരു സ്പേസ്, ആ ഒരു മെഷർമെൻറ്റ്. ദെൻ ഇതിൻ്റെ സ്ട്രാപ്സ് വേണം. അതിന് നമ്മൾ 40 ചെയിൻസ് ആ സെയിം തന്നെ കണ്ടിന്യൂസ്ലി ചെയ്ത് പോവുക. 40 ചെയിൻസ്. സോ നമ്മൾ 40 ചെയിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സിംഗിൾ ക്രോഷേ, അതായത് സെക്കൻഡ് കാണുന്ന ചെയിനില്ലേ, ആ ചെയിനിൽ കൂടെ സിംഗിൾ ക്രോഷേ ചെയ്യുക. അൻറ്റിൽ നമ്മുടെ ആ കോർണർ വരെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ സിംഗിൾ ക്രോഷേ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് എങ്ങനെയാണ്. സോ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടും. ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മൾ കോർണർ സ്പേസ് വരെ എത്തി. കോർണർ സ്പേസിൽ നമ്മൾ കാണുന്ന സ്പേസിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ചെയ്യും. കാരണം സ്പേസ് നമുക്ക് കുറച്ച് വലിയ സ്പേസ് ആയതുകൊണ്ട് നമുക്കൊരു 3 സിംഗിൾ ക്രോഷേ ചെയ്യണം ആ സ്പേസിൽ. പിന്നെ ഈ സിംഗിൾ ക്രോഷേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആ സ്പേസിലെല്ലാം 3 സിംഗിൾ ക്രോഷേ വെച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് എൻഡ് വരെ വരിക. സോ ഇത് വേറെ ആയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ കയറി ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ എൻഡ് വരെ സിംഗിൾ ക്രോഷേ ചെയ്തു. ശ്രദ്ധിക്കുക, ആ സ്പേസിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്തത്. ദെൻ എഗെയിൻ നമ്മൾ ആ സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡിലും 40 ചെയിൻസ് ചെയ്യുക.
അതുപോലെ തന്നെ ടേൺ ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യം ചെയ്യുക. ദെൻ എഗെയിൻ കോർണറിലെത്തുമ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചും അറിയാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്താൽ മതി. ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന്. സോ ഇതാണ് ഹെഡ് സ്കാർഫ് ക്രോഷേ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് വെയർ ചെയ്യുമ്പോഴും നല്ല ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോജക്റ്റ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.